പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃത ശ്ലോകങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 149 ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു നമ്മൾ. ഇന്ന് 150-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. നാവേ നീ ചൊല്ലിയാഞ്ഞാലഖിലമഫലമെന്നത്ര ലോകേ പ്രസിദ്ധം. നാവാലൊന്നുച്ചരിച്ചാലവനമൃതഹരൻ പിന്നെയെന്നും പ്രസിദ്ധം. നാവേ നാണം വരുന്നു മനസ്സി വെളിവരാഞ്ഞിങ്ങിനെ എണ്ണി എണ്ണിച്ചാവാനോ നാമസങ്കീർത്തനമജിത വിഭോ ദേഹി ദേഹി പ്രസാദം. നാവിനോട് ചോദിക്കുകയാണ്, നാമം ചൊല്ലാൻ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നേ എന്ന്. നാവിനോട് നാവിൻ്റെ നാണം ഒന്ന് കളഞ്ഞു തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പൂന്താനം. നാവേ വാഗീന്ദ്രിയാണ്. നാവ് എന്ന് പറഞ്ഞാൽ വാഗീന്ദ്രിയാണ്, രസനേന്ദ്രിയമാണ്. നാവ് കൊണ്ട് നമുക്ക് 2 കാര്യങ്ങളുണ്ട്. സ്വാദറിയാം, പിന്നെ വായിൽ വരുന്നതൊക്കെ പറയുകയും ചെയ്യാം. പക്ഷേ നാമം ജപിക്കാൻ നാണമാണ് നാവിന്. അതെന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. വാഗീന്ദ്രിയത്തെ ആണ് നാവേ എന്ന് സംബോധന ചെയ്തത്. അജിതനാമസങ്കീർത്തനം, ഭഗവാന്റെ നാമസങ്കീർത്തനം, ഭഗവാന്റെ കഥകളും അതുപോലെ കീർത്തനങ്ങൾ, സഹസ്രനാമം, എന്തെല്ലാം കീർത്തനങ്ങളുണ്ട്. ഭുജംഗപ്രയാത സ്തോത്രം എല്ലാം കീർത്തനം ചെയ്യുക. അതൊക്കെ തിരുനാമങ്ങളും കീർത്തനങ്ങളും ചൊല്ലുക. നീ ചൊല്ലി അതൊന്നും നീ ചൊല്ലാതെ ഇരുന്നാൽ, നീ അതൊന്നും ഭക്തിയോടെ ചൊല്ലുന്നില്ലെങ്കിൽ അഖിലം അഫലം, എല്ലാം വിഫലമാണ് എന്ന്. അഖിലം അഫലമെന്നത്ര ലോകേ പ്രസിദ്ധം. ബാക്കി ഈ ചെയ്യുന്ന സകല കർമ്മങ്ങളും അഫലങ്ങളാവും എന്ന് ഈ ലോകത്ത് പ്രസിദ്ധമാണല്ലോ എന്നാണ് പറയുന്നത്. ഈ ഒരു നാമജപം എന്നുള്ളത് നിഷ്ഠയായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് കാര്യം ചെയ്താലും അതൊക്കെ അഫലങ്ങളാണ്, ഒരു ഫലമില്ല അതുകൊണ്ടൊന്നും എന്നാണ് പൂന്താനം പറയുന്നത് നാവിനോട്. ഭഗവത് ഭജനം ഒന്ന് മാത്രമേ സ്ഥായിയായിട്ടുള്ള ഫലം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ഫലങ്ങളൊക്കെ അപ്പപ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഇങ്ങനെ കിട്ടും പോവും. ആ സമയത്തേ ഉള്ളൂ. ചെയ്യണ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും, അത്ര തന്നെ. ഈ നാവുകൊണ്ട് ഒരു നാമം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ ഫലം നമുക്ക് എന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് പറയണത്. നാവാലൊന്നുച്ചരിച്ചാൽ, പിന്നെ തിരുനാമ സങ്കീർത്തനം 1 പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിയാൽ പിന്നെ അവൻ അമൃതഹരൻ എന്നും പ്രസിദ്ധമാണ്. ചൊല്ലിയില്ലെങ്കിൽ എന്താണ്? എല്ലാം വിഫലമാണ്. ചൊല്ലിയാലോ പിന്നെ അവൻ അമൃതഹരൻ, അമൃതത്തെ ഹരിക്കുന്നവൻ, ജനന മരണ രൂപമായ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനായവനാണ് ഒരു നാമം അറിഞ്ഞോ അറിയാതെയോ ചൊല്ലിയാൽ എന്നാണ് പൂന്താനം പറയണത്. പിന്നെ നാവേ നാണം വരുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്. എൻ്റെ നാവേ, ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കാതെ ഇരുന്നാൽ എങ്ങനെ നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്, നാവിനോട് പറയുക, നാവേ നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് നാണം വരുന്നു എന്നാണ്. മനസ്സിൽ വെളിവരാഞ്ഞ, മനസ്സിൽ ഇങ്ങനെ ഒരു വിവരമില്ലാതെ, ഒരു ജ്ഞാനം ഉദിക്കാതെ ഇങ്ങനെ എണ്ണി ചാവാനാണോ? ഒരു വിധം ദിവസങ്ങളിങ്ങനെ എണ്ണി തീർന്നാൽ മതിയോ? ഈ ബന്ധനത്തിൽ തന്നെ കിടക്കാനാണോ ഭാവം? ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മോചനം വേണ്ടേ എന്നാണ് നാവിനോട് പൂന്താനം ചോദിക്കുന്നത്. അത് നമ്മളോടുള്ള ചോദ്യമാണ് കേട്ടോ. നാമം ജപിക്കാതെ ഭഗവാനെ ഓർക്കാതെയും കഴിയുന്നവരോടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ നാമം ജപിക്കാതെ ഈ സംസാര ബന്ധനത്തിൽ കിടന്ന്
മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും ഇങ്ങനെ കിടന്നാൽ മതിയോ എന്നാണ് ചോദ്യം. ഈ ഒരു ഭാവം തന്നെ നമ്മൾ 147 വരികളിൽ കണ്ടു. 147 ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഇത് കേട്ടോർക്ക് ഓർമ്മയുണ്ടാവും. എന്നേ തുടങ്ങി ഉദയാസ്തമയങ്ങൾ തോറും ഭിണ്ടെന്നുറങ്ങിയും ഉണർന്നും ഉടുത്തും ഉണ്ടും അല്ലേ? ഇത് കേട്ടവരാരൊക്കെയാണെന്നറിയില്ല. കുറച്ച് പേരെ ഇത് കേൾക്കണുള്ളൂ. കേട്ടവർക്ക് നന്നായി, കേൾക്കാത്തവർക്ക് പോയി എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇതിലൊന്നും ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. നാമം ജപിക്കാനേ താല്പര്യമില്ല. പിന്നെ ഇപ്പം നാമാമൃതം കേൾക്കാൻ ആർക്കാണ് താല്പര്യം ഉണ്ടാവുക? നാമം ജപിക്കാൻ താല്പര്യമുള്ളവർക്കല്ലേ ഇതൊക്കെ ഒന്ന് കേൾക്കണം, ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ നാമം ജപിക്കാനേ തോന്നാത്തവർ നാമാമൃതം കേൾക്കാൻ വരും എന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് തോന്നണേ ഇല്ല. പക്ഷേ കേൾക്കണ്ടോർക്ക് കേൾക്കാലോ, കേൾക്കണം എന്നുള്ളവരടുത്ത് കേട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 100 പ്രാരബ്ധങ്ങളുടെ ഇടയിൽ ഞാനിത് പറഞ്ഞു വെക്കുകയാണ്. തുടങ്ങി വെച്ചില്ലേ, ഇനി ഇത് തീർത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേണ്ടവർ കേട്ടോട്ടെ എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിക്കാം എന്ന് ഞാൻ വിചാരിക്കണേ ഇല്ല. സമ്പാദ്യം എന്ന് പറയുന്നത് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ആ ഭഗവാന്റെ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ചൊല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന സംതൃപ്തിയാണ് എൻ്റെ സമ്പത്ത്. അത് കേൾക്കുന്നവർക്ക് അതൊരു ഗുണം ചെയ്യുവാണെങ്കിൽ നന്നായല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിതിവിടെ ചൊല്ലിയിടുന്നത്. അപ്പോൾ ഈ നാവിനോട് നമുക്കും ചോദിക്കാം, എന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത് എന്ന്. ഇങ്ങനെ എണ്ണി എണ്ണി ചാവാനോ? അജിത ആ ശ്ലോകത്തിൽ പറയണ പോലെ തന്നെ അജിത, ആരാലും ജയിക്കപ്പെടാത്തവൻ, ആർക്കും ജയിക്കാൻ പറ്റാത്തവൻ അജിതൻ. വിഭോ എന്ന് പറഞ്ഞാൽ സർവവ്യാപി. വിഭു സർവവ്യാപിയാണ്. ദേഹി ദേഹി പ്രസാദം, പ്രസാദിച്ചാലും എന്നോട് പ്രസാദിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും എന്നാണ് പൂന്താനം പ്രാർത്ഥിക്കുന്നതും. എൻ്റെ ഈ നാവിൻ്റെ നാണം ഒന്ന് കളഞ്ഞു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൂന്താനത്തിന് ഒരു നാണവും ഉണ്ടായിരുന്നില്ല. എല്ലാ നാമവും ഏതു നേരവും ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ ഒപ്പം അങ്ങോട്ട് പോയി. അടുത്ത ശ്ലോകം 151. രാധാസ്തനങ്ങളിലൊളിച്ചരുളുന്ന നിന്മയി ഭേദാശ്രയം മമ വിടുത്തരുൾ മോഹമെല്ലാം ബോധാശ്രയം തവ കളേബരമോർത്തുകൊള്ളുവാനേതൽ പ്രഭോ ബഹുവിരോധകമായി വരുന്നു. രാധാസ്തനങ്ങളിലൊളിച്ചരുളുന്ന നിന്റെ ഭേദാശ്രയം, രാധാദേവിയുടെ മാറിടത്തിൽ രമിക്കുന്നവനാണ് എന്നാണ് ഭാവം ഭഗവാൻ എന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം. ഭഗവാന്റെ ഭാവം അങ്ങനെയാണ്. രാധാദേവിയുടെ മാറിടത്തിൽ എന്ന് പറഞ്ഞാൽ ഹൃദയാന്തരാളത്തിൽ എന്നൊരർത്ഥമുണ്ട്. അവിടെ രമിക്കുന്നവനാണ്. ഇത് രാധയും കൃഷ്ണനും തമ്മിൽ ഒരു ഭേദവും ഇല്ല എന്നാണ് അറിവുള്ളവർ പറയണത്. അങ്ങനെ ഭാവിക്കുന്നത് പോലെ അവിടുത്തെ തന്നെ ഭേദത്തെ ആശ്രയിച്ചുള്ള സൃഷ്ടിരൂപമായ അഖില പ്രപഞ്ചത്തിൻ്റെയും ഏക ആധാരമാണ്. ഏക ആധാരമായിരിക്കുന്ന ഭാവമാണ് ആ പറഞ്ഞത്. ബോധാശ്രയം തവ കളേബരം, ശുദ്ധജ്ഞാന സ്വരൂപമായിരിക്കുന്ന അവിടുത്തെ സച്ചിദാനന്ദ ഭാവത്തെ, അതാണ് ഭഗവാന്റെ കളേബരം. ഓർത്തുകൊള്ളുവാൻ ഭഗവാന്റെ ആ സുന്ദരമായ ശരീരം അല്ലെങ്കിൽ ആ രൂപം ഓർത്തുകൊള്ളുവാൻ അല്ലെങ്കിൽ ധ്യാനിക്കുന്നതിനായിട്ട് ബഹുവിരോധകമായി വരുന്നു. എന്താ വെച്ചാൽ വളരെ വൈരുദ്ധ്യം ഉണ്ടാക്കുന്നതായി വരുന്നു. അവിടുത്തെ അത്യതിശയകരമായ ഈ മായാപ്രപഞ്ചത്തിൽ ഞാനിങ്ങനെ മോഹിച്ച് അവിടുത്തെ സച്ചിദാനന്ദ സ്വരൂപത്തെ വിഭാവന ചെയ്യാൻ കൂടി ഞാൻ ശക്തിയില്ലാത്തവനായി വരുന്നു എന്നാണ് പൂന്താനം പറയണത്. ഈ മായാപ്രപഞ്ചത്തിൽ കിടന്ന് ഒഴന്ന് ഭഗവാനെ ഒന്ന് ധ്യാനിക്കാനോ ഭഗവാന്റെ
സച്ചിദാനന്ദ രൂപത്തെ വിഭാവന ചെയ്യാനോ ഒന്നും എനിക്ക് ശക്തിയില്ലാണ്ടായി പ്രഭോ എന്നാണ്. മമ ഏതത് മോഹമെല്ലാം വിടുത്തരുൾ എന്നാണ്. അടിയൻ്റെ ഈ മോഹമെല്ലാം വിടർത്തി എന്ന് പറഞ്ഞാൽ അകറ്റി അനുഗ്രഹിക്കണമേ എന്നാണ് പൂന്താനം പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകം 152. നാളത്തിൽ തടയുന്നതും നടനടേ നിൽക്കുന്ന വായുക്കൾ പോയ ഓളത്തിൽ കുറുകുന്നതും ചില പിഴച്ചോടും മനോവൃത്തിയും നീളത്തിൽ കയറും പിടിച്ചു യമനും നീരോടെ ബന്ധുക്കളും നാളത്തെ തൊഴിൽ ഇപ്രകാരം അരുളായകൻ പോറ്റി നാരായണ. നാളത്തിൽ തടയുന്നതും, നാളം എന്ന് പറഞ്ഞാൽ കണ്ഠനാളം, കണ്ഠനാളത്തിൽ കഫം കെട്ടി തടഞ്ഞ് കുറുന്ന് ശ്വാസം എടുക്കാൻ കിട്ടാതെ പ്രാണവായുക്കൾ ഓരോന്നായി അങ്ങനെ ക്ഷീണിച്ച് അവസാനം അത് നിന്നു പോകുന്നതും പ്രാണവായു നിലച്ചു പോകുന്നതും അത് പിഴച്ചോടും ചില മനോവൃത്തിയും, മനോവൃത്തികൾ അസംബന്ധമായി വർത്തിക്കുന്നതും വിവേകരഹിതമായ അസംബന്ധമായ കാര്യങ്ങളിൽ മനോവൃത്തി ഉണ്ടാവുന്നതും നീളത്തിൽ കയറും പിടിച്ച് യമനും കാലപാശോ എന്ന് കൊണ്ട് യമദൂതന്മാർ വരും, കാലപാശം കൊണ്ട് കെട്ടി വരിഞ്ഞ് കൊണ്ടുപോകും എന്നാണ് പറയണത്. നമുക്കറിയില്ലേ. അപ്പോൾ ആ സമയത്ത് പേടിച്ച് മിണ്ടാൻ ശക്തിയില്ലാതെ അങ്ങനെ കിടക്കും. ബന്ധുക്കളോ നീരോടെ ബന്ധുക്കളും എന്നാണ്. കണ്ണുനീര് വാർത്തുകൊണ്ട് അതാ മരിക്കാറായല്ലോ ഇനി എന്താണ് എന്ന് വിചാരിച്ചിട്ട് ബന്ധുക്കളെങ്ങനെ കണ്ണുനീര് വാർത്തുകൊണ്ട് അടുത്ത് നിൽക്കും. ഈ തൊഴിൽ നാളെ എനിക്ക് ഭാവിയിൽ ഈ ഒരു തൊഴിൽ ഇങ്ങനെ ഒരു അവസ്ഥ മേൽ പറഞ്ഞ വിധത്തിൽ എനിക്കൊരവസ്ഥ ഭഗൻ്റെ പോറ്റി നാരായണ എനിക്കുണ്ടാവാതിരിക്കാൻ അനുഗ്രഹിക്കണേ, എനിക്കിങ്ങനെ ഒരവസ്ഥ തരരുതേ എന്നാണ്. അടിയന് ഏക ആശ്രയമായിട്ടുള്ള പോറ്റി നാരായണ, എനിക്ക് ഏക ആശ്രയമായിട്ടുള്ള ഭഗവാനെ എനിക്കിങ്ങനെ ഒരവസ്ഥ വരാതെ എന്നെ രക്ഷിക്കണേ എന്നാണ് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ് ഇത്. അവസാനം ഇപ്പോഴൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നുണ്ട്, ഞാനാണ് കേമൻ എന്ന് വിചാരിച്ച് തലയും പൊക്കി അങ്ങനെ നടക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ വേറെ യാതൊരാളും വിചാരിച്ചാലും സാധിക്കില്ല. എന്ത് വിചാരിച്ചാലും പ്രാണൻ പിടിച്ച് നിർത്താൻ പറ്റുമോ? ആ സമയത്തെ ആ വേദന, പ്രാണൻ പോകുമ്പോൾ ഉള്ള ആ അവസ്ഥ എന്തെല്ലാം വിഷമങ്ങളുണ്ടാവും. അതൊക്കെ എനിക്കൊന്ന് ഇങ്ങനെ ഒരവസ്ഥ വരാതെ ഇരിക്കാൻ ഭഗവാൻ മാത്രമേ തുണയുള്ളൂ. അത് അപ്പോൾ വിളിക്കാൻ തോന്നണമെങ്കിൽ ഇപ്പം തുടങ്ങണം. അതാണ് അജാമിളൻ്റെ കഥയിൽ പറയണ. ആ കാലവാശം കൊണ്ട് യമദൂതന്മാർ വന്നപ്പോൾ മകനെ വിളിച്ചതാണ് നാരായണ എന്ന്. നീ എവിടെയാന്ന് വിചാരിച്ചിട്ട് അവനെവിടെയാ, അവൻ വന്ന് രക്ഷിക്കുന്നതാണ്. അപ്പോൾ നാരായണൻ എന്ന ഭഗവാന്റെ ദൂതന്മാരാണ് അപ്പോൾ വന്നത്. ഓർക്കാതെ ആയാലും ഓർത്തിട്ടായാലും ഒന്ന് ജപിച്ചാൽ അന്ത്യകാലത്ത്, അതിനാണ് മക്കൾക്ക് ഭഗവാന്റെ പേരിടണം എന്ന് പറയണത്. ഏതെങ്കിലും 2 അക്ഷരമോ 3 അക്ഷരമോ ആയാൽ പോരാ, ഭഗവാന്റെ നാമങ്ങൾ ഇടണം എന്ന് പറയണത് എന്തുകൊണ്ടാണ്? അജാമിളൻ്റെ കഥ ഓർത്താൽ മതി എന്തുകൊണ്ടാണ് എന്ന് അപ്പോൾ മനസ്സിലാവും. അടുത്ത ശ്ലോകം 153. നാവില്ലാതെ ജനിക്കയോ നടനടയുള്ളോരിളക്കായികയോ നാമത്തെ പഠിയായികയോ നരകമെന്നോർത്താൽ കുളിർപ്പാകയോ നാവിൽ ദുർഘടമാകയോ നരകുലത്തിൽ ജന്മമല്ലായികയോ നാമോച്ചാരണമെന്തു ബന്ധമറിവുള്ളോരും ത്യജിച്ചിടുവാൻ. നാമം ജപിക്കാതിരിക്കാൻ, നാമത്തെ ത്യജിക്കാൻ എന്താണ് നാവുള്ളവരും നാമം ജപിക്കാതിരിക്കാൻ എന്താണ് കാരണം? എന്തൊക്കെ കാരണങ്ങളാണ് ചോദിക്കണമെന്നോ പൂന്താനം. നാവില്ലാതെ ജനിക്കയോ, ജന്മനാൽ തന്നെ വാഗീന്ദ്രിയം നിശ്ചേഷ്ടമായിരുന്നത് കൊണ്ടാണോ
നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അങ്ങനെ ഊമകളായിട്ട് ജനിക്കുന്നവരുണ്ട് അല്ലേ? ചെവി കേൾക്കാതെ ജനിക്കുന്നവരുണ്ട്, കണ്ണ് കാണാതെ ജനിക്കുന്നവരുണ്ട്. കണ്ണ് കാണാതെ അതൊക്കെ മുമ്പത്തെ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ജന്മങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ പാപം തീരാൻ വേണ്ടി, പാപം അറിയാതെ ചെയ്താലും അറിഞ്ഞ് ചെയ്താലും ഈ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭഗവാൻ മാറ്റിത്തരും, തീർത്തു തരും. നാരായണ എന്ന് ജപിച്ചാൽ മതി. അതിനാണ് എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് പിന്നത്തെ ജന്മത്തിൽ അതിൻ്റെ ദുരിതം വല്ലാതെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നാമം ജപിക്കൂ, നാമം ജപിക്കൂ എന്ന് പറയണത്. പക്ഷെ ആർക്കും താല്പര്യമില്ല. അപ്പോൾ പൂന്താനം ചോദിക്കണം, എന്താ നാവില്ലാതെ ജനിച്ചത് കൊണ്ടാണോ? നാവ് ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? മുമ്പുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാർ അവരുടെ നാവ് ഇളക്കാത്തത് കൊണ്ടാണോ? നാവ് നടനടേയുള്ളോരിളക്കായികയോ എന്ന് ചോദിച്ചാൽ, അവർ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ സതുപദേശങ്ങൾ പറഞ്ഞു തരാത്തത് കൊണ്ടാണോ? അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണോ നാമം ജപിക്കാത്തത്? അത് അങ്ങനെ ഒരു സംശയം. പിന്നെ നാമത്തെ പഠിയായുകയോ, തിരുനാമങ്ങൾ പഠിക്കാഞ്ഞത് കൊണ്ടാണോ? ഭഗവാന്റെ നാമങ്ങൾ ദുർഗ്രഹങ്ങൾ ആയതുകൊണ്ടാണോ? പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? എന്തെളുപ്പമാണ് നാരായണ എന്നൊന്ന് ജപിക്കാൻ അല്ലേ? എന്തൊരെളുപ്പമാണ് അത്. അത്ര വിഷമമുണ്ടോ? കുഞ്ഞു കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ അത് ചൊല്ലിക്കൊടുത്താൽ അവർക്ക് പിന്നെ അതൊരു ശീലമാവും. അപ്പോൾ ഇത് ദുർഗ്രഹങ്ങളായതുകൊണ്ടാണോ ജപിക്കാത്തത്? ഇങ്ങനെയും സംശയം. നരകമെന്നോർത്താൽ കുളിർപ്പാകയോ? നരകമെന്ന ആ ഒരു ദുരവസ്ഥ ഉണ്ടല്ലോ, അതിനെ പറ്റി ഒരു പേടിയില്ലാഞ്ഞിട്ടാണോ? ഈ നരകത്തിനെ പറ്റി ഒരു പേടിയില്ലാഞ്ഞിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. കുളിർപ്പാകയോ? അതിനെപ്പറ്റി സന്തോഷപ്രദമാണെന്നാണോ വിചാരം എന്നാണ് ചോദിക്കുന്നത്. പിന്നെ നാവിൽ ദുർഘടമാകയോ? ഈ കുസൃതി തരങ്ങൾ ഇങ്ങനെ പറയാൻ കൂടുതൽ ഉത്സാഹം ഉള്ളതുകൊണ്ടാണോ? നരകുലത്തിൽ ജന്മമല്ലാകയോ? ഇത് മനുഷ്യജന്മമാണ് എന്നുള്ളൊരു ബോധമില്ലാത്തത് കൊണ്ടാണോ? ഈ മറ്റുള്ള ഒരു ജീവികൾക്കും ഇങ്ങനെ വാക്കുകൾ ഉച്ചരിക്കാനുള്ള കഴിവില്ല, ഉണ്ടോ? ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കഴിവ്. അങ്ങനെ കിട്ടിയ ഒരു മനുഷ്യജന്മമാണിത് എന്നുള്ളൊരു ബോധം അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണോ? അത് ധരിക്കാത്തത് കൊണ്ടാണോ എന്നാണ്. പിന്നെ അറിവുള്ളവരും വിവേകം ഉണ്ടാവാൻ വേണ്ടി അറിവ് സ്വാധീനമായുള്ളവരും എന്തുകൊണ്ടാണ് നാമോച്ചാരണം ത്യജിച്ചിടുവാൻ, എന്തുകൊണ്ടാണ് നാമം ചൊല്ലാൻ മടിക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ് തിരുനാമ സങ്കീർത്തനത്തിൽ ഉദാസീനത കാട്ടുന്നത് എന്നാണ് പൂന്താനം എന്തെല്ലാം സംശയമാണ് ചോദിച്ചത്. നാവില്ലേ? നാവിന് നാമങ്ങൾ വഴങ്ങാഞ്ഞിട്ടാണോ? അതോ നരകം എന്നോർത്താൽ പേടിയില്ലാഞ്ഞിട്ടാണോ? അതുപോലെ മറ്റേ മുമ്പേ ഉള്ള ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാർ ഈ നാമത്തെ പറ്റി പറഞ്ഞു തരാത്തത് കൊണ്ടാണോ? ഇതൊന്നുമല്ല, മടി. നാമം ജപിക്കാൻ മടി, ഉദാസീനത. അതെന്തുകൊണ്ടാണ് എന്നാണ്. അറിവുള്ളവർ പോലും ഈ നാമോച്ചാരണം ത്യജിച്ചിടാൻ എന്താണ് കാരണം എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. നമുക്ക് പറയാനറിയില്ല എന്താണ് കാരണം എന്നുള്ളത്. അവർക്കേ അറിയുള്ളൂ. ജപിക്കാതെ അങ്ങനെ ഈ സംസാര ബന്ധത്തിൽ കിടന്നുഴലുന്ന അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ നാമം ജപിക്കാത്തത്, നാമം ജപിക്കണില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് പെട്ടെന്നൊരു ബോധം വന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്ന്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. നാമം ജപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.